മുഖ്യമന്ത്രി പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും തമ്മിലെ വാക്പോര് വീണ്ടും പ്രചാരണായുധമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരാൾ മറ്റൊരാളെ ജയിലിലടയ്ക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. ഇങ്ങനെ പരസ്പര വിശ്വാസമില്ലാത്തവരെ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്നും മോദി ചോദിച്ചു. അമേഠി ഉപേക്ഷിച്ചതുപോലെ രാഹുലിന് വയനാടും ഉപേക്ഷിക്കേണ്ടി വരുമെന്നും മോദി പറഞ്ഞു. ഇന്ത്യ സഖ്യത്തിന്റെ ദുർബലമായ കെട്ടുറപ്പിന് തെളിവായി കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും തമ്മിൽ അരങ്ങേറിയ ഏറ്റുമുട്ടൽ ചൂണ്ടിക്കാട്ടുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ സഖ്യ നേതാക്കൾ പരസ്പരം ചീത്ത വിളിക്കുകയാണ്. ഒരാൾ മറ്റൊരാളെ ജയിലിലടയ്ക്കാൻ പറയുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി യുവരാജാവിനെ വിമർശിക്കാൻ ഞാൻ പോലും പറയാത്ത കടുത്ത ഭാഷ പ്രയോഗിച്ചു. പരസ്പര വിശ്വാസമില്ലാതെ ഏറ്റുമുട്ടുന്ന ഇവരെ ജനങ്ങളെങ്ങനെ വിശ്വസിക്കുമെന്ന ചോദ്യമുയർത്തിയാണ് ഇന്ത്യ സഖ്യത്തെ മോദി കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത്. उनके एक साथी केरल के मुख्यमंत्री ने जो शाहजादे को सुनाई है, मैं भी कभी ऐसी भाषा नहीं बोलता हूं, ऐसी भाषा बोली है उन्होंने. ये हाल है उनका. വയനാട്ടിൽ പ്രതിസന്ധിയിലായ രാഹുലിന് ഏപ്രിൽ 26 കഴിയുന്നതോടെ മറ്റൊരു മണ്ഡലത്തിൽ കൂടി സ്ഥാനാർത്ഥിത്വം നൽകുമെന്നും മോദി പറഞ്ഞു. जैसे ही 26 को वायनाड में वोटिंग पूरा हो जाएगा, ये शाहजादे के लिए एक और सुरक्षित सीट घोषित कर देंगे और कहीं और से फिर से लड़ाना पड़ेगा उनको. अब जैसे इन्होंने अमेठी से भागना पड़ा, अमेठी छोड़ा, अब मान के चलिए वो वायनाड भी छोड़ेंगे. അമേഠിയിൽ രാഹുൽ മത്സരിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് രാഹുൽ വയനാട് ഉപേക്ഷിക്കുന്നുവെന്ന് മോദി ഒരു മുഴം മുൻപേ എറിഞ്ഞത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഗോത മാത്രം മുന്നിൽ കണ്ടുള്ള രാഹുൽ പിണറായി വാക്പോര് ഗാലറിയിൽ കളി കണ്ടിരുന്ന BJPക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ ആയുധമായി കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അത് പ്രയോഗിക്കുമ്പോൾ ആയുധത്തിന് മൂർച്ചയും കൂടും. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ ശരത് കെ ശശി, റിപ്പോർട്ടർ ദില്ലി.